ഫ്രണ്ട്സ്, സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിനറ്റിക്സ്. ഫിനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വവൽ സൗണ്ട്സ് ആണ്. അതായത് ഏതൊരു വാക്കിലും വവൽ സൗണ്ട്സ് ഉണ്ടാവും. വവൽസ് പ്രസൻറ്റ് അല്ലെങ്കിലും വവൽ സൗണ്ട്സ് ഉണ്ടാവും. അതില്ലാത്തൊരു വാക്കില്ല. അപ്പം ഇതിൻ്റെ കറക്റ്റ് ഉച്ചാരണം, അതായത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എങ്ങനെയായിരിക്കും എന്ന് നമുക്കിന്ന് നോക്കാം. സോ കുറച്ച് ഷോർട്ട് വവൽ സൗണ്ട്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ലോങ് വവൽ സൗണ്ട്സ് ഉണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ്. എല്ലാത്തിനും മുമ്പേ വെൽക്കം ടു ക്യാപ്ഷൻ. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേൺ ടുഗെദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ല വെറും 6 മാസം കൊണ്ട് ഒരു പുതിയ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ സെഷൻ. ലെറ്റേഴ്സ് നോട്ട് ഈക്വൽ ടു സൗണ്ട്. ഇതിൻ്റെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാം ഏതൊക്കെയാണ് വവൽസ്. എ, ഇ, ഐ, ഒ, യു. ഇത് നമ്മൾ ഇപ്പം ഉച്ചരിക്കുന്ന പോലെ ആവണം എന്നില്ല ഒരു വേർഡിൽ ഇത് പ്രസൻറ്റ് ചെയ്യുമ്പം. ഇതിൻ്റെ പ്രസൻസ് ഉണ്ടാവുമ്പം നമ്മൾ ചിലപ്പം എ എന്നുള്ളത്, ഇപ്പം എ ഉള്ള വാക്കുകൾ അതുപോലെ തന്നെ ആവണം എന്നില്ല അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഉദാഹരണത്തിന് ഇപ്പം വീക്ക് എന്നുള്ളൊരു വാക്കിൽ നോക്കുക, ഇ എന്നുള്ളൊരു സൗണ്ടാണ്, അതേസമയം എ എന്നുള്ളൊരു സൗണ്ട് അല്ല. അതുപോലെ തന്നെ ഈ റെഡിൽ റെഡ് എ സൗണ്ടാണ്, അല്ലാണ്ട് ഈ സൗണ്ട് അല്ല. കൂടാതെ തന്നെ എയറിൽ കണ്ടോ ഐ എന്നുള്ളൊരു സൗണ്ട് അല്ല അവിടെ വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡിൽ സെക്കൻഡ് എന്നല്ല, സെക്കൻഡ്. അപ്പം ഇതൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ സൗണ്ട് അല്ല ഈ വാക്കുകളിൽ വരുന്നത്. അതായത് വവൽസിൻ്റെ സൗണ്ട് അല്ല അവിടെ വരുന്നത്. ഏതൊക്കെയാണ്? യൂണിവേഴ്സിറ്റി. ആക്ച്വലി യു എന്ന് പറയുന്നത് ഒരു വവൽ സൗണ്ട് തന്നെ അതിനകത്ത് വരുന്നില്ല. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക്. ആൻ യൂണിവേഴ്സിറ്റി എന്നാണോ യൂണിവേഴ്സിറ്റി എന്നാണോ? കാരണം യൂണിവേഴ്സിറ്റിയിൽ എപ്പോഴും വൈൻ്റെ സൗണ്ടാണ് വരുന്നത്, അത് യുവിൻ്റെ അല്ല. ഓർക്കുക. അത് കാരണം ഇത് യൂണിവേഴ്സിറ്റിയാണ്, യൂണിവേഴ്സിറ്റിയാണ്. വവൽ സൗണ്ട് വരുമ്പോഴാണ് നമ്മൾ ആൻ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഓൾ റൈറ്റ്. സോ അപ്പം വവൽസ് ഉള്ളതുപോലെ ആവണമെന്നില്ല അതിൻ്റെ ഉച്ചാരണം വാക്കുകളിൽ വരുമ്പം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ലൈക്ക് ലോങ് വേഴ്സസ് ഷോർട്ട് സൗണ്ട്സ്. ഇപ്പം ഇതിനകത്ത് നോക്കുക, ബീഡ്, അതേസമയം ആപ്പിൾ, ബീഡ്, സീഡ്, എഗ്. കണ്ടോ? ആ സീഡ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുന്ന എഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വളരെ ഷോർട്ടായിട്ടുള്ളൊരു സൗണ്ടാണ്. കൂടാതെ തന്നെ മെയിൽ, ബോക്ക്, ബോട്ട്, ടക്ക്. സോ ഓരോ സ്ഥലത്തും നമ്മൾ ഭയങ്കര എന്താ പറയുക, ലോങ് ആയിട്ടുള്ള ഇതിൻ്റെ ഉച്ചാരണമുണ്ട് ചില വവൽസ് പ്രസൻറ്റ് ചെയ്യുമ്പം. അതേസമയം ഷോർട്ടായിട്ടുള്ള സൗണ്ട്സും ഉണ്ട്. സോ എങ്ങനെയാണ് ഇത് വ്യത്യാസമായിരിക്കുന്നത് എന്നുള്ളത് നമുക്കിന്ന് നോക്കാം. ഐൻ്റെ സൗണ്ട് വരുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം. ബിറ്റ്, സിങ്, വിച്ച്, ഹിറ്റ്, സ്ലിപ്പ്. ഇതൊക്കെ ഐൻ്റെ സൗണ്ടാണ് അവിടെ കൊടുക്കുന്നത്. അതായത് ഇ കണ്ടോ, സിങ്, വിച്ച് എല്ലാം ഇ ആണ് വരുന്നത്. അപ്പം അതാണ് ഐ വവലിൻ്റെ സൗണ്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈൻ്റെ എങ്ങനെയായിരിക്കും? ബെസ്റ്റ്, പെൻ, പെൻ, കണ്ടോ? വരുന്ന സൗണ്ടുകളൊക്കെയാണ് ഈൻ്റെ. ഈവൻ ദോ ഇത് ഇയും എയും ഉണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുമ്പം ഹെഡ്, എന്നുള്ളൊരു സൗണ്ടാണ് അവിടെ വരുന്നത്. പെറ്റ്, സ്റ്റെപ്പ്, എന്നുള്ള വാക്കാണ് നമ്മൾ ഈ വവലിൻ്റെ പ്രൊനൗൺസിയേഷനിൽ പറയുക. സോ ഇതുപോലെ രസകരമായ രീതിയിൽ നമുക്ക് വവൽസിൻ്റെ സൗണ്ട് ഉപയോഗിച്ച് ഒരു വേർഡിനെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാമെന്ന് പഠിക്കാം. അപ്പോൾ അത് പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്ന്, ക്യാപ്ഷൻ്റെ വക 30 ഡേ ഫ്രീ ചാലഞ്ചിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ഇതുപോലെ തന്നെ നമുക്ക് സംസാരിച്ച് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും നമ്മളുടെ പ്രശ്നങ്ങളും ഡൗട്ട്സുകളും ഒക്കെ. കൂടാതെ ലേൺ ആൻഡ് പ്രാക്ടീസ് എസ് എ ഗ്രൂപ്പ്. കാരണം കൂട്ടത്തിലിരുന്ന് നമ്മൾ പഠിക്കുമ്പം ഒരുപാട് ഐഡിയാസും തോട്ട്സും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും മറ്റു പിള്ളേരുമായിട്ടും കാൻഡിഡേറ്റ്സുമായിട്ടും. ആൻഡ് മന്ത്ലി ഫ്ലുവൻസി ട്രാക്കർ, ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സംഭവം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസത്തിൽ നോക്കാം എത്രത്തോളം നിങ്ങൾ പുരോഗമിച്ചിട്ടുണ്ടെന്ന്, എവിടേക്കാണ് നിങ്ങൾ ലാഗ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് നിങ്ങളുടെ ഇഷ്യൂസ് എന്നുള്ളത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പെർഫോമൻസിനെ, ഒരു മന്തിൽ എങ്ങനെയൊക്കെ പോകുന്നുണ്ടെന്ന്. ആൻഡ് പേഴ്സണൽ കോച്ച്, ഓരോ കാൻഡിഡേറ്റിനും അവരവരുടേതായ ഇഷ്യൂസ് ടാക്കിൾ ചെയ്യാനും അതിനനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് ഫീഡ്ബാക്ക് തരാൻ ഒരു പേഴ്സണൽ കോച്ച് ഉണ്ടാവും. ഡെയിലി മൈക്രോ ലെസൺസ്, കോൺസെപ്റ്റ്സിനെ വളരെ ചെറിയ വീഡിയോസിലാക്കി പഠിത്തം കുറച്ചുകൂടെ എളുപ്പത്തിലാക്കാനുള്ള ഒരു പരിപാടിയാണ്. ആൻഡ് ലൈവ് ക്ലാസ്സസ്, അതായത് ഇൻസ്ട്രക്ടറുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇന്ന് ഇൻട്രാക്ട് ചെയ്യാം, ഓൺ ദ സ്പോട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാം, മറ്റ് പിള്ളേരുമായിട്ട് ചേർന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ഇത് വളരെ നല്ലൊരു സംഭവമാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓൾറൈറ്റ്, ബാക്ക് ടു ആ സെഷൻ. ഈ ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് എന്നുള്ളൊരു സൗണ്ടാണ്.
അതായത് അത് വരുന്ന വാക്കുകൾ നമുക്ക് നോക്കാം. ബാഡ്, കണ്ടോ? അതുപോലെ തന്നെ കാറ്റ്, എന്നുള്ളൊരു സൗണ്ടാണ്. എയും ഈൻ്റെയും ഒരുമിച്ചുള്ളൊരു ഉച്ചാരണമാണത്. ഫാറ്റ്, ടാൻ. ടാൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം എയിൻ്റെ മാത്രം ടേൻ എന്നല്ല നമ്മൾ പറയുന്നത്. ടാൻ, ടാൻ. അതുപോലെ തന്നെ ആപ്പിൾ, കണ്ടോ? ആ ഒരു എന്ന് പറയുന്ന ഒരു സാധനത്തിന് എയും ഈൻ്റെയും ഉച്ചാരണമാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് എയും ഡബ്ല്യൂയും എന്നുള്ളൊരു ഡോഗ്, വാഷ്, വാഷ്. ഇവിടെ എ ആണ് പ്രസന്റ് ആയിരിക്കുന്നതെങ്കിൽ കൂടിയും അവിടെ നമ്മൾ ഉച്ചരിക്കുന്നത് വാഷ്, വാഷ്. എന്നുള്ളൊരിതാണ്. വാച്ച്, വാച്ച്. വാച്ച് എന്നല്ല, വാച്ച്. ബിക്കോസ്, ബിക്കോസ്. കണ്ടോ? ഇവിടെ എയിൻ്റെ എന്താ പറയുക പ്രസൻസ് ഉണ്ടെങ്കിൽ കൂടിയും നമ്മളത് ഉച്ചരിക്കുമ്പം ബിക്കോസ്. കഫ്, കഫ്. ഇവിടെ ഓയും യു ആണ്, എന്നിട്ടും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് കണ്ടോ? കഫ്. സോ ഇത്തരം രീതിയിൽ ഒരുപാട് വാക്കുകളുണ്ട്. അതായത് അവരുടെയൊക്കെ പ്രൊനൗൺസിയേഷൻ നമ്മൾ വിചാരിക്കും ഓക്കെ ഈ വവ്വലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, സോ ഇതിൻ്റെ ഉച്ചാരണം. പക്ഷെ അങ്ങനെയല്ല. ചില എക്സെപ്ഷണൽ കേസസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതാണ് ഇവൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ഇത് നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഈ വേർഡ്സ് ഒക്കെ നമുക്ക് പ്രോപ്പറായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ. അതുപോലെ തന്നെ AH എന്നുള്ളൊരു വാക്ക്, അതായത് കപ്പ്. നമ്മളൊരു എച്ചിൻ്റെ ഒരു സ്ട്രെസ് കൊടുക്കുക. കപ്പ്, കപ്പ് എന്നല്ല, കപ്പ്. അവിടെ ഒരു എച്ചിൻ്റെ ഒരു സ്ലൈറ്റ് പ്രൊനൗൺസിയേഷൻ ഉണ്ട്. ലവ്, ലവ്, ലവ്. കണ്ടോ? ലവ് എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്. മണി, മണി. അവിടെയും ഒരു സ്ലൈറ്റ്, നിങ്ങളത് പറഞ്ഞു നോക്കുവാണെങ്കിൽ ഒരു സ്ലൈറ്റ് എച്ചിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട് അവിടെ ആ ഒരു പ്രൊനൗൺസിയേഷനിൽ. ഫ്ലഡ്, ഫ്ലഡ് എന്നുള്ളൊരു വാക്കാണ്. അതുപോലെ തന്നെ സൺ, സൺ, സൺ. അപ്പം ഇത്തരം രീതിയിൽ വാക്കുകളിൽ നമ്മൾ വിചാരിക്കാത്ത ഒരു എക്സ്ട്രാ പ്രൊനൗൺസിയേഷൻ കൂടി വരുമെന്ന് വെച്ചാൽ അത് നമ്മൾ സ്ട്രെസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു നമ്മുടെ പ്രൊനൗൺസിയേഷൻ ആ ഒരു സ്ലൈറ്റസ്റ്റ് ഡിഫറൻസ് വരുവാണെങ്കിൽ അത് കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു നേറ്റീവ് സ്പീക്കറിനെ പോലെയാണ് നമ്മൾ മിക്ക വാക്കുകളും പ്രൊനൗൺസ് ചെയ്യേണ്ടത്. കാരണം ഇത് നമ്മുടെ ലാംഗ്വേജ് അല്ല. സോ ആ മാക്സിമം ലാംഗ്വേജിനെ എന്താ പറയുക ജസ്റ്റിസ് കാണിച്ചുകൊണ്ടുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ വാക്കുകൾ പ്രൊനൗൺസ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, കേൾക്കുന്നവർക്കും സുഖമായിരിക്കും. അതുപോലെ തന്നെ ഒരു സംഭവമാണ് യുവിൻ്റെ പ്രൊനൗൺസിയേഷൻ. പുട്ട്, ഗുഡ്, ബുക്ക്, അണ്ടർ, ഏൺ. ഈ യുവിൻ്റെ കുറേ ഇപ്പം എന്ന് പറയുന്ന സംഭവം, അതുപോലെ തന്നെ എന്താ പറയുക ഗുഡ്, ബുക്ക്, ഇതിനകത്ത് ഓൻ്റെ സൗണ്ടും വരും, അതുപോലെ തന്നെ യുവിൻ്റെ സൗണ്ടും. യു എന്ന് പറഞ്ഞാൽ ലിറ്ററൽ യു എന്നല്ല, എന്നുള്ളൊരു ഒരു വാക്കാണ്. ഇപ്പം പുറ്റ്, പുറ്റ് എന്നുള്ളത് എന്നുള്ളൊരു വാക്കാണ്. അതുപോലെ തന്നെ ഗുഡ്, ഉഡ്. അതേസമയം അണ്ടർ എന്നുള്ളൊരു സൗണ്ടാണ്. കണ്ടോ? അതിനപ്പം അത്തരം രീതിയിലുള്ള സൗണ്ട് അതിനെ എടുക്കാൻ പറ്റും യുവിന്. അതാണ് യുവിൻ്റെ അപ്പം. പക്ഷെ യു കൂടാണ്ട് വേറൊരു സംഭവങ്ങളുണ്ട്. യുവും എച്ചും വരുന്ന കുറച്ച് പ്രൊനൗൺസിയേഷൻസ് ഉണ്ട് വാക്കുകൾ. അതായത് പൊറ്റേറ്റോ, 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 അവിടെയും നമ്മൾ ഒരു സ്ലൈറ്റ് എച്ചിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ കൊടുക്കുന്നുണ്ട്. അംബ്രല്ല, അംബ്രല്ല, അംബ്രല്ല. അവിടെയും നമ്മളൊരു എച്ചിൻ്റെ, നമ്മൾ അംബ്രല്ല എന്നല്ല പറഞ്ഞ അംബ്രല്ല. കെൻ യു ടേക്ക് ദാറ്റ് അംബ്രല്ല? കണ്ടോ? അവിടെ നമ്മളൊരു സ്ലൈറ്റ് എച്ചിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കവർ, കവർ, കവർ എന്നല്ല, കവർ. ഫുൾ, ഫുൾ. കണ്ടോ? എഫ് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയൊരു കൊടുക്കുന്നുണ്ട്. ആൻഡ് വിമൻ, വിമൻ, വിമൻ. സോ അവിടെയും നമ്മൾ എച്ചിൻ്റെ ഒരു സ്ലൈറ്റസ്റ്റ് പ്രൊനൗൺസിയേഷൻ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. സോ ഇത്തരം രീതിയിൽ നമ്മൾ ഇതിൻ്റെ പ്രോപ്പർ പ്രൊനൗൺസിയേഷൻ വഴി, അതായത് ഏത് വവലാണ് പ്രസൻറ്റ്, അതുപോലെ തന്നെ എവിടേക്കാണ് അതിൻ്റെ എക്സ്ട്രാ കുറച്ച് പ്രൊനൗൺസിയേഷൻ ഉള്ളതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വാക്കുകൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമ്മളൊരു കോൺവെർസേഷനോ അല്ലെങ്കിൽ നമ്മളൊരാളോട് സംസാരിക്കുമ്പം ആ പ്രോപ്പർ രീതിയിൽ അതിന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പം കേൾക്കാൻ നല്ല സുഖമായിരിക്കും. സോ ഇത്തരം റൂൾസ് പ്രകാരം, ഇത് നമ്മൾ ഷോർട്ട് വവൽ സൗണ്ട്സ് ആണ് പഠിച്ചിരിക്കുന്നത്. ഇത്തരം റൂൾസ് പ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും, കുറച്ചുകൂടെ എന്താ പറയുക നീറ്റായിരിക്കും നമ്മുടെ ഇംഗ്ലീഷ് സൗണ്ട് ചെയ്യാൻ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാര്യം കമൻറ്റ് വഴിയാണ് നമുക്ക് നിങ്ങളുടെ ഡൗട്ട്സും ക്വയറീസും സജഷൻസും എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നത്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 30 ഡേ ഫ്രീ ട്രയൽ ക്യാപ്ഷൻ്റെ വക കിട്ടാൻ ഒന്നല്ലെങ്കിൽ caption.com വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാപ്ഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.